ഇന്ന് നമുക്കൊരു ബീഫ് ബിരിയാണി ഉണ്ടാക്കാം. അതിനായി ബീഫ് നുറുക്കി കഴുകി വൃത്തിയാക്കി കുക്കറിലിടുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ക്രഷ് ചെയ്തത് അത്ര ഇട്ട് മിക്സ് ചെയ്ത് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കുക്കറടച്ച് വേവിക്കുക. ബീഫ് നന്നായി വേവേണ്ട ആവശ്യമില്ല. ഒരു 1/4 ഭാഗം വേവായ ശേഷം നമുക്ക് ദം ചെയ്യാനുള്ളതാണ്. അപ്പം ഒന്നും കൂടി മസാലയിൽ കിടന്ന് വേവാനുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ട മസാല റെഡിയാക്കാം. അതിനായി ഒരു 4 സവോള അരിഞ്ഞത്, 2 പച്ചമുളക്, 2 തക്കാളി, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ആദ്യമായിട്ട് ഉരുളി അടുപ്പത്തേക്ക് വയ്ക്കുക. ഓയിലൊഴിച്ച് നമുക്ക് സവോള വഴറ്റിയെടുക്കാം. സവോള പതിയെ വഴണ്ടി വരുമ്പോൾ അതിലേക്ക് തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് വഴണ്ടി വരാനായിട്ട് ചെറുതായിട്ട് ഉപ്പിട്ടിട്ടുണ്ട്. ബീഫിൽ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ റൈസ് ഉണ്ടാക്കുമ്പോഴും ഉപ്പിടുന്നുണ്ട്. അപ്പം ഉപ്പ് നോക്കിയിടണം. അതിലേക്ക് ക്രഷ് ചെയ്ത വെളുത്തുള്ളി, ഇഞ്ചി ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. വഴണ്ടി വരുമ്പോൾ അതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല. ഇത് നന്നായി പച്ചമണം മാറുന്നവരെ നന്നായി വഴറ്റി എടുക്കാം. നമുക്ക് കുറച്ച് നേരം മൂടി വയ്ക്കാം. മൂടി തുറക്കുമ്പോൾ നന്നായി വഴണ്ടി വന്നിട്ടുണ്ടാവും. ഒന്നും കൂടി ഇളക്കി യോജിപ്പിക്കുക. ഈ പരുവമായി കഴിയുമ്പോൾ നമ്മൾ 1/4 ഭാഗം വേവിച്ച ആ ബീഫിന് ഓൾറെഡി വെള്ളം ഇറങ്ങി ആവശ്യത്തിന് വെള്ളം ഉണ്ടായിട്ടുണ്ടാവും. ആ ബീഫ് ഇതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് മൂടി വെച്ച് ഒന്നും കൂടി വേവിക്കാം. ആ സമയം കൊണ്ട് ഈ മസാല ബീഫിലേക്ക് പിടിച്ച് നല്ല സെറ്റായി വരും. പാകത്തിന് വെള്ളം ഉണ്ടാവും. ഇനി അഥവാ വെള്ളം കുറവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ബീഫിൻ്റെ വേവിനനുസരിച്ച്. ബീഫ് അത്യാവശ്യം വെന്തിട്ടുണ്ടെങ്കിൽ പിന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കുക്കറിലുള്ള വെള്ളം മാത്രം മതി. ഞാൻ വെള്ളം ചേർത്തില്ല. മൂടി തുറന്നപ്പോൾ ഈ ഒരു പരുവായിട്ടുണ്ട്. ഈ സമയം കൊണ്ട് ഒന്നും കൂടി ഇളക്കി മൂടി വെച്ചിട്ട് നമുക്ക് റൈസ് റെഡിയാക്കാം. ഞാൻ കഴുകി 3/4 മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്തിയ റൈസാണ്. ആദ്യമേ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ഡാൽഡയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. വെജിറ്റബിൾ ഓയിൽ ഏത് വേണമെങ്കിലും ചേർക്കാം. അതിലേക്ക് കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരിഞ്ചീരകം, ബേ ലീഫ് എല്ലാം ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കാം. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം, ആ തോതിലാണ് വെള്ളം എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ തിളപ്പിച്ച വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വെള്ളം പെട്ടെന്ന് തിളയ്ക്കും. അതിലേക്ക് കുതിർത്തി വെച്ചിരിക്കുന്ന അരി നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം തിള വന്നു കഴിയുമ്പോൾ പതിയെ മൂടി വയ്ക്കാം. ഉപ്പ് ഇട്ടായിരുന്നു ആവശ്യത്തിന്. മൂടി തുറക്കുമ്പോൾ വെള്ളം വറ്റി റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയായിരിക്കുന്ന ബീഫിലേക്കിട്ട് ദം ചെയ്യാം. ഒറ്റ ലെയറാക്കാനുള്ള റൈസും ബീഫേ ഉള്ളൂ. അതുകൊണ്ട് 2 ലെയറാക്കാൻ പോയില്ല. ആ പാത്രത്തിലേക്ക് തന്നെ ദം ചെയ്യുകയാണ് ഞാൻ ചെയ്തത്. ഇതിൻ്റെ പുറത്തേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ അരിഞ്ഞു വെച്ച മല്ലിയില ഇടാം. അതിനുശേഷം ഫ്രൈ ചെയ്ത് വെച്ച സവാളയും
നട്ട്സും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു അരമണിക്കൂറോളം, തീയുടെ ആവശ്യമില്ല, സ്റ്റൗവിലാണെങ്കിൽ ചെറിയ തീയിൽ, അടുപ്പത്താണെങ്കിൽ കനൽ മാത്രം മതി. അങ്ങനെ നമുക്ക് മൂടി വയ്ക്കാം. ഒരു അരമണിക്കൂറെങ്കിലും അങ്ങനെ ഇരിക്കണം. അതിനുശേഷം നമുക്ക് എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് ഇതുപോലെ മൊത്തത്തിൽ മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അരമണിക്കൂറെങ്കിലും ഇങ്ങനെ ഇരുന്നില്ലെങ്കിൽ സെറ്റാവില്ല. അരമണിക്കൂറെങ്കിലും വേണം. അതിൽ കൂടിയാലും കുഴപ്പമില്ല, കുറയരുത്. നമ്മുടെ ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. കുറച്ചും കൂടി വലിയ പീസാണ് സാധാരണ ബീഫ് ബിരിയാണിക്ക് എടുക്കാറുള്ളത്. ഇത് ഓൾറെഡി കടയിൽ നിന്ന് നുറുക്കി കൊടുന്ന പീസാണ്, അതുകൊണ്ടാണ് ഈ വലിപ്പം. അപ്പം എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം.